ഹലോ എവരി വൺ, വെൽക്കം ടു നീറ്റ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ പോളിനേഷൻ വരെയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് ആണ്, അതായത് പോളിനേഷന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ. പോളിനേഷനിലൂടെ ഒരു പോളൻ ഗ്രെയിൻ പിസ്റ്റിലിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റിഗ്മയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പോളനും പിസ്റ്റിലും തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കണോ വേണ്ടയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പോളിനേഷൻ നമുക്കറിയാം, പോളിനേറ്റിംഗ് ഏജൻസിൻ്റെ ഹെൽപ്പോടെയാണ് പോളിനേഷൻ നടക്കുന്നത്. ഈ പോളിനേറ്റിംഗ് ഏജൻസ് വാട്ടർ, വിൻഡ് മുതലായ അബയോട്ടിക് ഏജൻസോ അല്ലെങ്കിൽ ആനിമൽസ് ഓർ ഇൻസെക്ട്സോ ആയിരിക്കാം. ഇവർക്കൊന്നും എന്താണ് സ്പീഷീസ് അതൊന്നും അറിയില്ല. ഇവർ റാൻഡമായിട്ടായിരിക്കും പോളിനേഷൻ നടത്തുന്നത്. അതായത് ഇൻസെക്ട്സ് ആണെങ്കിൽ ഒരു ഫ്ലവറിൽ പോയി ആ ഫ്ലവറിലെ നെക്ടർ അല്ലെങ്കിൽ തേൻ കുടിക്കുന്നു. അതിനുശേഷം സെയിം സ്പീഷീസിലുള്ള ഒരു ഫ്ലവറിലേക്ക് ആവണമെന്നില്ല ആ ഇൻസെക്റ്റ് പോകുന്നത്, വേറെ ഏതെങ്കിലും ഒരു ഫ്ലവറിലേക്കായിരിക്കാം. അതുപോലെ തന്നെ വിൻഡോ വാട്ടറോ വഴിയുള്ള പോളിനേഷനിൽ പോളൻ ഗ്രെയിൻ വിൻഡും വാട്ടറും പോളൻ ഗ്രെയിനെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലായിരിക്കും കൊണ്ടുവയ്ക്കുന്നത്. അത് സെയിം സ്പീഷീസിൽപ്പെട്ട ഫ്ലവർ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ സെയിം സ്പീഷീസിലെ ഒരു പോളൻ ഗ്രെയിൻ വന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷനിലേക്ക് നയിക്കുന്ന ഇവൻറ്റ്സ് ഒക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്റ്റിഗ്മ അല്ലെങ്കിൽ പിസ്റ്റില് പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഇത് സെയിം സ്പീഷീസിൽപ്പെട്ട ഒരു പോളൻ ഗ്രെയിൻ ആണോ അതോ മറ്റൊരു സ്പീഷീസിൽപ്പെട്ട പോളൻ ഗ്രെയിൻ ആണോ എന്ന്. സെയിം സ്പീഷീസിൽപ്പെട്ട പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അതിനെ കോമ്പാറ്റിബിൾ പോളൻ എന്ന് വിളിക്കും. ഡിഫറെൻറ്റ് സ്പീഷീസിലെ ആണെങ്കിൽ ഇൻകോമ്പാറ്റിബിൾ എന്ന് വിളിക്കും. കോമ്പാറ്റിബിൾ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ മാത്രമേ പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് നടക്കുകയുള്ളൂ. ഇൻകോമ്പാറ്റിബിൾ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അപ്പോൾ തന്നെ പിസ്റ്റിൽ ഈ പോളൻ ഗ്രെയിനെ റിജക്റ്റ് ചെയ്യും. അതുവഴി ഫെർട്ടിലൈസേഷൻ പോലെയുള്ള ഇവൻറ്റ്സ് ഒന്നും പിന്നീട് അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇതിന് പിസ്റ്റിലിനൊരു കഴിവുണ്ട്. പോളൻ ഗ്രെയിൻ കോമ്പാറ്റിബിൾ ആണോ അത് ഇൻകോമ്പാറ്റിബിൾ ആണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പിസ്റ്റിലിന് കഴിവുണ്ട്. ഇനി ഇതെങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇതൊരു കെമിക്കൽ പ്രോസസ്സാണ്. അതായത് ഈ സ്റ്റിഗ്മ അല്ലെങ്കിൽ പിസ്റ്റിലിൽ കുറച്ച് കെമിക്കലുണ്ട്, അതുപോലെ പോളൻ ഗ്രെയിൻസിലും കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഒരു പോളൻ ഗ്രെയിൻ ഒരു സ്റ്റിഗ്മയിൽ എത്തുമ്പോൾ ഈ പോളൻ ഗ്രെയിൻസിലെ കെമിക്കൽസും സ്റ്റിഗ്മയിലെ കെമിക്കൽസും തമ്മിൽ കോണ്ടാക്റ്റിൽ വരും. അപ്പോൾ പിസ്റ്റിലിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും സെയിം സ്പീഷീസിലെ ആണോ അതോ ഡിഫറെൻറ്റ് സ്പീഷീസിലെ ആണോ ഈ പോളൻ ഗ്രെയിൻ എന്ന്. അങ്ങനെ ഈ ഒരു പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ അതുവഴിയാണ് ഫെർട്ടിലൈസേഷൻ നടക്കണോ ഫെർട്ടിലൈസേഷൻ നടക്കണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ ഈസ് എ ഡൈനമിക് പ്രോസസ് ഇൻവോൾവിങ് പോളൻ റെക്കഗ്നീഷൻ ഫോളോഡ് ബൈ പ്രൊമോഷൻ ഓർ ഇൻഹിബിഷൻ ഓഫ് പോളൻ. പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ വഴി എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് നടക്കണോ അതോ പോളൻ ഗ്രെയിനെ റിജക്റ്റ് ചെയ്യണോ? അതാണ് പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷനിലൂടെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഇനി ഇത് ഒരു കെമിക്കലി മീഡിയേറ്റഡ് പ്രോസസ്സാണ്. കെമിക്കൽസ് കാരണമാണ് ഇത് സാധ്യമാകുന്നത്. ഇനി കോമ്പാറ്റിബിൾ പോളിനേഷൻ ആണെങ്കിൽ, അതായത് സെയിം സ്പീഷീസിൽ ഒരു പോളൻ ഗ്രെയിൻ ആണ് സ്റ്റിഗ്മയിൽ എത്തിയതെങ്കിൽ പിന്നീട് പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് നടക്കും. അപ്പോൾ എന്തൊക്കെയാണ് പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ്? പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സിൽ ആദ്യത്തേതാണ് പോളൻ ഗ്രെയിൻ്റെ ജെർമിനേഷൻ. പോളൻ ഗ്രെയിൻ്റെ ജെർമിനേഷൻ, അതായത് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഇന്നർ കോട്ടിംഗ് ഉണ്ട്, അതാണ് ഇൻറ്റേം. ഇനി അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു എക്സ്റ്റേണൽ കോട്ടിംഗ് ഉണ്ട്, അതിനെയാണ് എക്സൈൻ എന്ന് വിളിക്കുന്നത്. എക്സൈൻ സ്പോറോപോളൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ പക്ഷേ ഈ സ്പോറോപോളനിൻ പോളൻ ഗ്രെയിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെയാണ് ജേംപോർ എന്ന് വിളിച്ചത്. അപ്പോൾ പോളൻ ഗ്രെയിൻ സെയിം സ്പീഷീസിലെ ഒരു സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ നടക്കുന്നു. എന്നിട്ട് കോമ്പാറ്റിബിൾ പോളനാണെന്ന്
പിസ്റ്റിൽ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതിനുശേഷം പോസ്റ്റ് പോളിനേഷൻ ഇവൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആ ടൈമിൽ ഈ പോളൻ ഗ്രെയിൻ ഈ ജേം പോറിലൂടെ താഴേക്ക് ജെർമിനേറ്റ് ചെയ്യും. ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്ത് വരും. ഇതിനെയാണ് പോളൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഫോം ചെയ്യും. പോളൻ ട്യൂബ് ജേം പോറിലൂടെയാണ് പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പോളൻ ഗ്രെയിൻ്റെ കണ്ടൻസ് 2 സെൽസാണ്. ഒരു പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അതിൽ 2 സെൽസ് ഉണ്ട്. ഒന്ന് ഒരു വെജിറ്റേറ്റീവ് സെല്ലാണ് ലാർജ് സെല്ല്. അതിന് ഒരു ഇറഗുലർ ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ഒരു ചെറിയ സെല്ലുണ്ട്, അതാണ് ജനറേറ്റീവ് സെല്ല്. അതിന് ഒരു ചെറിയ ന്യൂക്ലിയസ് ആണ് ഉള്ളത്. ഇത് രണ്ടുമാണ് പോളൻ ഗ്രെയിൻ്റെ കണ്ടൻസ്. പോളൻ ട്യൂബ് ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പോളൻ ട്യൂബ് ഗ്രോ ചെയ്താൽ ഉടൻ തന്നെ പോളൻ ഗ്രെയിനകത്തുള്ള ഈ കണ്ടൻസ് പോളൻ ട്യൂബിനകത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഈ പോളൻ ട്യൂബിന് എങ്ങനെയാണ്, പോളൻ ഗ്രെയിൻ ഈ സ്റ്റിഗ്മയിലാണ് ഇരിക്കുന്നത്. ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലാണ് പോളൻ ഗ്രെയിൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ പോളൻ ട്യൂബ് സ്റ്റിഗ്മയിൽ നിന്ന് താഴേക്ക് ഗ്രോ ചെയ്ത് സ്റ്റൈലിലൂടെ അവസാനം ഇവിടെ ഓവറി ഇരിപ്പുണ്ട്. ഓവറിയിലൂടെ ഓവ്യൂളിലേക്ക് പ്രവേശിക്കണം. ഇങ്ങനെയാണ് പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്നത്. സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ ഏറ്റവും ലാസ്റ്റ് ഓവറിയിലെത്തും. ഓവറിയിൽ നിന്ന് ഓവ്യൂളിലേക്ക് എൻട്രി ചെയ്യണം. അപ്പോൾ കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ്സിലും നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻ ഈ 2 സെല്ലായിട്ടിരിക്കുന്ന സ്റ്റേജിലാണ് ഷെഡ് ചെയ്യുന്നത്. ആന്തർ ഡെഹിസൻസ് സംഭവിച്ചിട്ട് 2 സെല്ലായിട്ടിരിക്കുന്ന സ്റ്റേജിലാണ് റിലീസ് ചെയ്യുന്നത്. എന്നാൽ ചില സ്പീഷീസിൽ പോളൻ ഗ്രെയിൻസ് 3 സെൽഡ് സ്റ്റേജിലാണ് ആന്തറിൽ നിന്ന് റിലീസ് ആവുന്നത്. അതായത് ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലാണ്. 2 ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റ്സ് ആയിട്ട് മാറും. ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമേറ്റ്സ് ആയിട്ട് മാറും. അതാണ് 3 സെൽഡ് സ്റ്റേജ്. 2 സെൽഡ് സ്റ്റേജിൽ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും. അപ്പോൾ 3 സെൽഡ് സ്റ്റേജിലായാലും 2 സെൽഡ് സ്റ്റേജിലായാലും വന്ന് പതിക്കുന്ന പോളൻ ഗ്രെയിൻ പോളൻ ട്യൂബ് വളരുന്നതിനനുസരിച്ച് ഈ കണ്ടൻസ് ആ പോളൻ ട്യൂബിലേക്ക് ഇറങ്ങും. അപ്പോൾ 2 സെൽഡ് സ്റ്റേജിലെത്തുന്ന പോളൻ ഗ്രെയിൻ ആണെങ്കിൽ ഈ പോളൻ ട്യൂബിൽ വെച്ചിട്ട് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും. അതല്ല 3 സെൽഡ് സ്റ്റേജിലാണ് എത്തിയതെങ്കിൽ പോളൻ ട്യൂബിലേക്ക് ആ സെൽസ് താഴേക്ക് ഇറങ്ങി വരും. ഇനി എന്താ സംഭവിക്കുക? ഇങ്ങനെ ഇത് സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ ഓവറിയിലെത്തി നിൽക്കുകയാണ്. ഇനി ഫീമെയിൽ ഗമേറ്റുള്ള എംബ്രിയോ സാക്കിലേക്ക് പ്രവേശിക്കണം. അതായത് ഒവ്യൂളിലേക്ക് കയറണം. അപ്പം ഒവ്യൂളിലേക്ക് കയറണമെങ്കിൽ എന്താണ്, അവിടെ ഒരു മൈക്രോപൈൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞു ഒവ്യൂളിനെയും കവർ ചെയ്തുകൊണ്ട് ഇൻറ്റഗുമെൻസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇൻറ്റഗുമെൻസ്. എന്നാൽ ഈ ഇൻറ്റഗുമെൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒവ്യൂളിനെ കവർ ചെയ്യുന്നില്ല. അവിടെയും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെയാണ് മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മൈക്രോപൈലിലൂടെയാണ് പോളൻ ട്യൂബ് ഒവ്യൂളിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇനി അതിനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ അവിടെ ആരാ ഉള്ളത്? ഫിലിഫോം അപ്പാരറ്റസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഈ എംബ്രിയോ സാക്കിൻ്റെ അകത്ത് മൈക്രോപൈലാർ എൻഡിൽ 3 സെൽസ് ഒരുമിച്ചിരിപ്പുണ്ട്. അതിനെയാണ് എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. 2 സിനർജിഡ്സും നടുക്കാണ് എഗ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സിനർജിഡ്സ് എന്ന് പറയുന്ന സെൽസിൻ്റെ മൈക്രോപൈലാർ എൻഡിൽ ചെറിയ തിക്കനിങ്സ് കാണപ്പെടുന്നുണ്ട്. ഈ തിക്കനിങ്സിനെയാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് കറക്റ്റായിട്ട് പോളൻ ട്യൂബിനെ അകത്തേക്ക് ഗൈഡ് ചെയ്യുന്നത്, എഗ് സെല്ലിൻ്റെ അടുത്തേക്ക് ഗൈഡ് ചെയ്യുന്നത്. എന്താണ്? പോളൻ ട്യൂബ് enters the ovule through micropyle and then enters one of the synergids through filiform apparatus. Filiform apparatus present at the micropylar part of synergids guides the entry of pollen tube. ഇനി ഇങ്ങനെ ഈ പോളൻ ട്യൂബ് എവിടേക്ക് എൻട്രി ചെയ്തു? നമ്മുടെ ഓവ്യൂൾ അല്ലെങ്കിൽ ഫീമെയിൽ എംബ്രിയോ സാക്കിലേക്ക് എൻട്രി ചെയ്തു. ഇതുവരെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് സ്റ്റിഗ്മയിൽ ഒരു പോളൻ ഗ്രെയിൻ വന്നിരിക്കുമ്പോൾ മുതൽ ആ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബായി
ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആയ എംബ്രിയോ സാക്കിനുള്ളിൽ എൻ്റർ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെയാണ് പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ പിക്ചറിൽ കാണാം ഒരുപാട് പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ചില പോളൻ ഗ്രെയിൻസ് ഇവിടെ വന്ന് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഇൻകോമ്പാറ്റിബിൾ പോളൻ ആയിരിക്കും, മറ്റ് സ്പീഷീസിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് പോളൻ ജെർമിനേഷൻ നടക്കുന്നില്ല. ഇനി മറ്റ് ചില പോളൻ ഗ്രെയിൻസ് ഒക്കെ ഇവിടെ ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ സെയിം സ്പീഷീസിൻ്റെ ആയിരിക്കാം. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? ആദ്യം ജെർമിനേറ്റ് ചെയ്ത് എംബ്രിയോ സാക്കിൽ എത്തുന്ന ആൾക്ക് മാത്രമേ എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റുള്ളൂ. പിന്നീട് വരുമ്പോഴത്തേക്ക് എന്താ, ഇവിടെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഇല്ല. പിന്നീടുള്ള പോളൻ ട്യൂബ് എല്ലാം ജെർമിനേറ്റ് ചെയ്ത് വന്നാലും ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം ആദ്യം വരുന്ന പോളൻ ട്യൂബിലുള്ള ആ മെയിൽ ഗമീറ്റിന് മാത്രമേ ഇവിടെയുള്ള ഫീമെയിൽ ഗമീറ്റുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റിഗ്മയിൽ ഒരു പോളൻ ഗ്രെയിൻ എത്തുന്നത് മുതൽ മെയിൽ ഗമീറ്റ് എംബ്രിയോ സാക്കിനുള്ളിൽ പ്രവേശിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഈ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യണം, എങ്കിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സിനർജി കൂടി എൻ്റർ ചെയ്ത് മെയിൽ ഗമീറ്റ്സ് നമ്മുടെ എംബ്രിയോ സാക്കിനകത്തേക്ക് എത്തിക്കഴിഞ്ഞു. അടുത്തതായിട്ട് നടക്കുന്നത് രണ്ട് മെയിൽ ഗമീറ്റ്സ് ഉണ്ട്. അതിലൊരു മെയിൽ ഗമീറ്റ് എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് സിംഗമി എന്ന് പറയുന്നത്. അതായത് എഗ് സെല്ലും മെയിൽ ഗമീറ്റും തമ്മിലുള്ള ആ ഫ്യൂഷനെയാണ് സിംഗമി എന്ന് പറയുന്നത്. ഇനി സിംഗമിയുടെ ഫലമായിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് ആണ്, അതുപോലെ ഫീമെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ആണ്. സിംഗമിയുടെ ഫലമായിട്ടുണ്ടാകുന്ന സൈഗോട്ട് അതുകൊണ്ട് ഡിപ്ലോയിഡ് ആയിരിക്കും. മെയിൽ ഗമീറ്റ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഫീമെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ആണ്. രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ചേർന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്തു. മൈക്രോസ്പോറോജനസിസ് ആൻഡ് മെഗാസ്പോറോജനസിസ്, ഇതിലൂടെയാണ് മൈക്രോസ്പോറും അതുപോലെ മെഗാസ്പോറും ഫോം ചെയ്തത്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു മിയോസിസ് ആണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോറും മെഗാസ്പോറും ആണ് ഫോം ചെയ്യുന്നത്. അതിൽ നിന്നാണ് പിന്നീട് എന്താകുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്തത്. അതുകൊണ്ട് ഈ ഗമീറ്റ്സ് ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു സൈഗോട്ട് ഉണ്ടായി. ആ പ്രോസസ്സിനെയാണ് സിംഗമി എന്ന് വിളിച്ചത്. ഇനി അടുത്തത് നമുക്കറിയാം, രണ്ട് മെയിൽ ഗമീറ്റ്സ് ഉണ്ടായിരുന്നു ഒരു പോളൻ ഗ്രെയിനകത്ത്. ഇനി രണ്ടാമത്തെ മെയിൽ ഗമീറ്റ് എന്ത് ചെയ്യും? ആ മെയിൽ ഗമീറ്റ് എംബ്രിയോ സാക്കിൻ്റെ നടുക്കിരിക്കുന്ന പോളാർ ന്യൂക്ലിയയുടെ അടുത്തേക്ക് നീങ്ങും. നമുക്കറിയാം എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? 3 സെല്ല്, അതായത് എഗ് അപ്പാരറ്റസിനെ മൈക്രോപൈലാർ എൻഡിലും 3 സെല്ലിനെ ആൻറ്റിപോഡൽസ് ആയിട്ട് ചലാസൽ എൻഡിലുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി 2 ന്യൂക്ലിയസിനെ പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ സെല്ലിൻ്റെ നടുക്കായിട്ടാണ് പ്ലേസ് ചെയ്തത്. ഈ നടുക്ക് പ്ലേസ് ചെയ്ത സെൻട്രൽ സെല്ലിൻ്റെ നടുക്ക് പ്ലേസ് ചെയ്ത പോളാർ ന്യൂക്ലിയയുടെ അടുത്തേക്കാണ് രണ്ടാമത്തെ മെയിൽ ഗമീറ്റ് പോകുന്നത്. എന്നിട്ട് ഈ മെയിൽ ഗമീറ്റ് ആ പോളാർ ന്യൂക്ലിയമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അതായത് മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് ആണ്, പോളാർ ന്യൂക്ലിയ ഓരോന്നും ഹാപ്ലോയിഡ് ആണ്. അതായത് 3 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇത് 3ഉം കൂടി എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. ഇത് 3ഉം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഒരു മെയിൽ ഗമീറ്റും 2 പോളാർ ന്യൂക്ലിയയും ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ റിസൾട്ടായിട്ടുണ്ടായ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. കാരണം 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്തത്. ഇനി ഇങ്ങനെ 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ നടന്നതുകൊണ്ട് ഇതിനെ നമുക്ക് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കാം. 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡും ആയിരിക്കും.
ഇനി ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോസാക്കിനകത്ത് ഇപ്പോൾ 2 തരം ഫ്യൂഷൻസ് നടന്നിട്ടുണ്ട്. അതായത് ആദ്യം സിംഗമി നടന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. അതിനെയാണ് സിംഗമി എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത് എന്താണ്? പോളാർ ന്യൂക്ലിയയും മെയിൽ ഗമേറ്റും ഫ്യൂസ് ചെയ്ത് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായി. അങ്ങനെ 2 ഫ്യൂഷൻ ഒരു എംബ്രിയോ സാക്കിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നു. 2 ഫ്യൂഷൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇത് ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഒന്ന് സിംഗമി നടക്കുന്നു, 2 പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അത് ഒരു മെയിൽ ഗമേറ്റും 2 പോളാർ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് അത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ട്രിപ്പിൾ ഫ്യൂഷനിലൂടെ നമ്മുടെ സെൻട്രൽ സെല്ലിന് നടുക്കിരുന്ന പോളാർ ന്യൂക്ലിയെ എന്തായിട്ട് മാറി? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറി. അപ്പോൾ തന്നെ എന്താണ്? ആ സെൻട്രൽ സെല്ല് മാറിയിട്ട് പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറി. കാരണം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ് ഉണ്ടായത്. അപ്പോൾ അതിരിക്കുന്ന സെല്ല് തീർച്ചയായിട്ടും പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറും. ഇനി പ്രൈമറി എൻഡോസ്പേം സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എൻഡോസ്പേം ആയിട്ട് മാറും. പ്രൈമറി എൻഡോസ്പേം സെല്ല് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേം എന്ന് പറയുന്നൊരു ടിഷ്യൂ ആയിട്ട് മാറും. അതുപോലെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നു. ആദ്യത്തെ പിക്ചറിൽ ഒരു ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്കിൻ്റെ പിക്ചറാണ് ഉള്ളത്. ഫെർട്ടിലൈസേഷന് മുമ്പ് ഈ എംബ്രിയോ സാക്കിൽ ഇവിടെ മൈക്രോപൈലാർ എൻഡിൽ എഗ് അപ്പാരറ്റസ് ആണ് ഇരിക്കുന്നത്. അതായത് നടുക്ക് എഗ്ഗും 2 സൈഡിലും ഓരോ സിനർജിഡ് വീതും. അപ്പോൾ പോളൻ ട്യൂബ് സ്റ്റൈലിലൂടെ വളർന്ന് ഓവറിയിലെത്തി ഒബ്യൂളിലേക്ക് പ്രവേശിക്കുന്നത് ഈ സിനർജിഡ് 2 സിനർജിഡിൽ ഏതെങ്കിലും ഒരു സിനർജിഡിൻ്റെ ഫിലിഫോം അപ്പാരറ്റസിലൂടെയാണ്. എന്നിട്ട് ഒരു മെയിൽ ഗമേറ്റ് എഗ് സെല്ലിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. അടുത്ത മെയിൽ ഗമേറ്റ് സെൻട്രൽ സെല്ലിൻ്റെ നടുക്കിരിക്കുന്ന പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് മൈക്രോപൈലാർ എൻഡിൽ ഒരു സൈഗോട്ടിനെ കാണാം. അതുപോലെ ഈ സെൻട്രൽ സെല്ലിൻ്റെ നടുക്ക് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കാണാം. അപ്പം തന്നെ ഈ സെല്ലിനെ മൊത്തത്തിൽ പ്രൈമറി എൻഡോസ്പേം സെല്ലെന്ന് വിളിക്കാം. ഇനി താഴെ ചലാസൽ എൻഡിലിരിക്കുന്ന ആൻറ്റിപോഡൽ സെൽസ് ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി എന്താണ്? സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. പ്രൈമറി എൻഡോസ്പേം സെല്ല് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേം ആയിട്ട് മാറും. അങ്ങനെ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറിയ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഗ്ലോബുലാർ എംബ്രിയോ ആകുന്നു, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആകുന്നു, പിന്നെ അങ്ങനെ എംബ്രിയോയുടെ പല സ്റ്റേജസ് ആണ് കാണിച്ചിട്ടുള്ളത്. അടുത്തൊരു ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലവേഴ്സിൽ പോളിനേഷൻ നടത്തുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹ്യൂമൻ ബീങ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലവേഴ്സിൽ പോളിനേഷൻ നടത്തുന്നു. അതായത് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ പോളിനേഷൻ വഴി ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ സീഡ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൂടുതലും ഈ ഫ്ലവേഴ്സിൽ നിന്നുള്ള സീഡ്സാണ് നമ്മൾ ഫുഡിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നെല്ലായാലും അതൊക്കെ ആ പ്ലാന്റിൻ്റെ സീഡാണ്. അതാണ് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മെച്ചപ്പെട്ട നല്ല രീതിയിലുള്ള ക്രോപ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തും. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡിസൈഡ് പോളൻ ഗ്രെയിനെയാണ് സ്റ്റിഗ്മയിലേക്ക് ഇടുന്നത്. അതായത് നമ്മൾ നാച്ചുറൽ പോളിനേഷൻ നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ല ചെയ്യുന്നത്, അല്ലാതെ നമ്മളാണ് പോളിനേഷൻ നടത്തുന്നത്. അതായത് നമ്മളിപ്പോൾ 2 പ്ലാന്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ആ പ്ലാന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ 2 പയർ ചെടികൾ എടുക്കുക. അപ്പോൾ ഒരു പയർ ചെടിയിൽ നല്ല നീളത്തിലുള്ള പയറുകൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അതിന് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്.
വേറൊരു പയർ ചെടി നോക്കുമ്പോൾ അതിൽ പയറിന് വളരെ നീളമൊന്നുമില്ല, പക്ഷെ നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. അപ്പം നമുക്ക് ഈ രണ്ട് ക്യാരക്ടേഴ്സും കൂടെ ഉള്ള ഒരു പയർ ചെടി ഉണ്ടായാൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. കാരണം നീളമുള്ള വലിയ പയറും കിട്ടും, അതുപോലെ ഇതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താ വിള കിട്ടും, നശിച്ചു പോകുന്നത് കുറവായിരിക്കും. അപ്പം നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ട പോളൻ ഗ്രീൻ, ആ രോഗപ്രതിരോധ ശക്തി കൂടിയ ചെടിയുടെ പോളൻ ഗ്രീൻ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഈ നീളമുള്ള പയർ പിടിക്കുന്ന ചെടിയുടെ സ്റ്റിഗ്മയിലേക്ക് നമ്മളായിട്ടത് പോളിനേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് ഹൈബ്രിഡ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തേതാണ് ഇമാസ്കുലേഷൻ, അടുത്തതാണ് ബാഗിംഗ് ടെക്നിക്ക്. അപ്പോൾ എന്താണ് ഇമാസ്കുലേഷൻ, എന്താണ് ബാഗിംഗ് ടെക്നിക്ക് എന്നൊക്കെ നോക്കാം. ഈ പിക്ചറിൽ ആദ്യം തന്നെ സെലക്ഷൻ ഓഫ് പേരൻസ്, അതായത് നമ്മൾ പേരൻസിനെ സെലക്ട് ചെയ്യണം. ഏത് ചെടിയുടെയാണ് പോളൻ ഗ്രീൻ എടുക്കാൻ പോകുന്നത്, അതുപോലെ ഏത് ചെടിയുടെ സ്റ്റിഗ്മയിലേക്കാണ് ഈ പോളൻ ഗ്രീൻ ഇടാൻ പോകുന്നത്, ഇത് ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. അതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് മുമ്പേ പയറിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മെയിൽ പേരൻറ്റിനെയും ഫീമെയിൽ പേരൻറ്റിനെയും ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ ഒരു ഫ്ലവറിൽ നിന്നും ആ ഫ്ലവറിൻ്റെ ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. അതായത് ആന്തേഴ്സിലാണ് പോളൻ ഗ്രീൻസ് ഉള്ളത്. ഈ പോളൻ ഗ്രീൻസ് റിലീസ് ആയിക്കഴിഞ്ഞാൽ എന്താ പറ്റുക, ഓട്ടോഗമിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടികളിലാണ് ഇമാസ്കുലേഷൻ ചെയ്യുന്നത്. കാരണം ഈ ആന്തേഴ്സ് അവിടെ ഇരുന്ന് അത് ഡെഹിസൻസിലൂടെ പോളൻ ഗ്രീൻസിനെ റിലീസ് ചെയ്താൽ അത് സ്റ്റിഗ്മയിൽ വന്നിട്ട് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്, ഓട്ടോഗമി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി വേറൊരു പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിനാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്റ്റിഗ്മയിൽ പോളിനേഷൻ നടത്തി ഫെർട്ടിലൈസേഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂറായിട്ട് ഈ ഫ്ലവറിൻ്റെ ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. അതിനെയാണ് റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ, അതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇമാസ്കുലേഷൻ ചെയ്താൽ മാത്രം പോരാ, അതിനെ ബാഗ് ചെയ്യണം. ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിനെ നമ്മൾ ബട്ടർ പേപ്പറിൻ്റെ ബാഗ് കൊണ്ട് കവർ ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, സ്റ്റിഗ്മ അവിടെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുക. അപ്പം നമ്മൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വിൻഡിലൂടെയോ ഒക്കെ വന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്റ്റ് വേറെ ഏതെങ്കിലും ഫ്ലവറിൽ പോയിരുന്നിട്ടൊക്കെ അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഈ സ്റ്റിഗ്മയിൽ കൊണ്ടിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്ത ഈ ഫ്ലവറിനെ ബട്ടർ പേപ്പറിൻ്റെ ബാഗ് വെച്ചിട്ട് പൊതിഞ്ഞു വയ്ക്കും. അതിനെയാണ് ബാഗിങ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ ചെയ്യുന്നത്, മെയിൽ പേരൻറ്റിൽ നിന്നും പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യും. അതായത് മെയിൽ പേരൻറ്റിൽ ആന്തറൊക്കെ മെച്ചുർ ആയതിനു ശേഷം ആന്തറിൻ്റെ ഡെഹിസൻസ് നടക്കും. ആ ടൈമിലാണ് പോളൻസിനെ റിലീസ് ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മൾ പോളൻസ് കളക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അപ്പോഴേക്കും നമ്മുടെ ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ റിസപ്റ്റീവ് ആയില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് സ്റ്റിഗ്മ റിസപ്റ്റീവ് ആവുന്ന സമയത്ത് ഈ കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻസ് ഈ സ്റ്റിഗ്മയിലേക്ക് ഇട്ട് കൊടുക്കണം. അതായത് ഡസ്റ്റിംഗ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഓൺ സ്റ്റിഗ്മ ഓഫ് ഇമാസ്കുലേറ്റഡ് ഫ്ലവർ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, റീബാഗ് ചെയ്യണം. കാരണം നമ്മളിപ്പം പോളൻ ഗ്രെയിൻസ് കൊണ്ടിട്ടു, ആ പോളൻ ഗ്രെയിൻസും പിസ്റ്റിലും തമ്മിൽ പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ നടന്നിട്ട് വേണം ഫെർട്ടിലൈസേഷൻ നടക്കാൻ. അപ്പോൾ ആ ടൈമിൽ വേറെ ഒറ്റ പോളൻ പോലും നമ്മളിടാത്ത വേറെ പോളൻസ് ഇതിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴാൻ പാടില്ല. വന്ന് വീണാൽ ചിലപ്പം അതും ഗ്രോ ചെയ്യാം. അത് ഗ്രോ ചെയ്ത് അതാണ് ആദ്യം ഒവ്യൂൾ അല്ലെങ്കിൽ എംബ്രിയോ സാക്കിൽ എത്തുന്നതെങ്കിൽ അതിനാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അതുകൊണ്ട് ഈ സ്റ്റിഗ്മയിൽ നമ്മൾ പോളിനേഷൻ നടത്തി കഴിഞ്ഞാലും ഇതിനെ തിരിച്ച് വീണ്ടും റീബാഗ് ചെയ്യണം. അതിനുശേഷം എന്താണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് സീഡിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വിചാരിച്ച ഡിസൈഡ് ക്വാളിറ്റീസ് ഉള്ള സീഡാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്.
അതായത് ആദ്യം തന്നെ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള പേരൻസിനെ സെലക്ട് ചെയ്യണം. ഒരു മെയിൽ പേരൻറ്റിനെയും ഒരു ഫീമെയിൽ പേരൻറ്റിനെയും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫീമെയിൽ ഫ്ലവറിൽ നിന്ന് ആന്തറിനെ റിമൂവ് ചെയ്യണം. കാരണം ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിനെ നമ്മൾ ബാഗ് ചെയ്യണം. അതായത് ഒരു ബട്ടർ പേപ്പറിൻ്റെ കവർ കൊണ്ട് ഇതിനെ കവർ ചെയ്ത് പൊതിഞ്ഞ് സൂക്ഷിക്കണം. അതിനുശേഷം മെയിൽ പേരൻറ്റിൻ്റെ ആന്തർ മെച്ചുറായി അതിൽ പോളൻ റിലീസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യുക. അതിനുശേഷം ഈ ബാഗ് ചെയ്ത് വെച്ച ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് ഈ പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് വീണ്ടും തിരിച്ച് ഈ ഫ്ലവറിനെ ബാഗ് ചെയ്ത് വെക്കണം. അതിനുശേഷം എന്താണ്, ഈ ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സീഡ് ഉണ്ടാകുന്നു. അതൊരു ഹൈബ്രിഡ് സീഡായിരിക്കും. നമ്മൾ വിചാരിച്ച ക്വാളിറ്റീസ് ഉള്ള ഹൈബ്രിഡ് സീഡായിരിക്കും കിട്ടുക. ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇനി മറ്റൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഒരു ഫ്ലവറിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇമാസ്കുലേഷൻ്റെ ആവശ്യമുള്ളൂ. അതായത് ആന്തറിനെ റിമൂവ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഒരു പ്ലാന്റ് അത് എന്താണ്, ഇപ്പം ഡയേഷ്യസ് പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ആ പ്ലാന്റ് ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എക്സാമ്പിൾ പപ്പായ. അതായത് അതിൽ ഫീമെയിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ, അതിലൊരു ഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഫീമെയിൽ പ്ലാന്റ് ആണെങ്കിൽ അത് ഫീമെയിൽ ഫ്ലവർ ആയിരിക്കും. അപ്പോൾ അതിൽ ആന്തർ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആന്തറിനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ആന്തർ ഇല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സിലെ ഇമാസ്കുലേഷൻ ഒഴിവാക്കാം. ഇനി മൊണേഷ്യസ് പ്ലാന്റ്സിലായാലും ഒരു ഫ്ലവറിൽ ഒറ്റ റീപ്രൊഡക്റ്റീവ് ഓർഗനേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ സെയിം പ്ലാന്റിൽ തന്നെ 2 ടൈപ്പ് ഫ്ലവറും ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിലൊക്കെ നമുക്ക് ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ബാഗിങ് ചെയ്യേണ്ടതാണ്. ബാഗിങ് ചെയ്യാതെ പറ്റില്ല. If the female parent produces unisexual flowers, there is no need for emasculation. യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഇമാസ്കുലേഷൻ്റെ ആവശ്യമില്ല. The female flower buds are bagged before flowers are open. ഫീമെയിൽ ഫ്ലവേഴ്സിനെ എന്ത് ചെയ്യണം, ആ ഫ്ലവർ ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ ബാഗ് ചെയ്യണം. കാരണം ഓപ്പൺ ആയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു പോളൻ ഗ്രെയിൻ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫ്ലവർ വിരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബാഗ് ചെയ്ത് വെക്കണം. എന്നിട്ട് സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്ന സമയത്താണ് പോളിനേഷൻ നടത്തേണ്ടത്. പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഫ്ലവർ റീബാഗ് ചെയ്യണം. ഇത്രയാണ് ഈ ടോപ്പിക്കിലുള്ളത്. ഇതിൽ നമ്മൾ പോളൻ പിസ്റ്റൽ ഇൻ്ററാക്ഷൻ പഠിച്ചു, ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിച്ചു, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു. ഫസ്റ്റ് തന്നെ പോളൻ പിസ്റ്റൽ ഇൻ്ററാക്ഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റിഗ്മയിൽ ഒരു പോളൻ ഗ്രെയിൻ വന്ന് വീഴുന്നു. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിഗ്മ പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് കോമ്പാറ്റിബിൾ ആണോ ഇൻകോമ്പാറ്റിബിൾ ആണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു. കോമ്പാറ്റിബിൾ പോളൻ ആണെങ്കിൽ പോളൻ എന്ത് പറ്റും, ജെർമിനേഷൻ നടക്കും. പോളൻ ഗ്രെയിൻ ജേംബോറിലൂടെയാണ് ജെർമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പോളൻ ട്യൂബ് ഫോം ചെയ്യും. പോളൻ ട്യൂബ് സ്റ്റൈലിലൂടെ വളർന്ന് ഓവറിയിലെത്തും. എന്നിട്ട് എംബ്രിയോ സാക്കിലെത്തും. ഒവ്യൂളാണ് എംബ്രിയോ സാക്ക്, അതിലെത്തുന്നു. ഇങ്ങനെ എംബ്രിയോ സാക്കിൽ എത്തുന്നത് വരെയുള്ള പ്രോസസ്സാണ് പോളൻ പിസ്റ്റൽ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റ് അല്ലെങ്കിൽ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. അതാണ് സിംഗമി. അതിനുശേഷം മറ്റേ മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയസ്, 2 പോളാർ ന്യൂക്ലിയ ഉണ്ട്, അതുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അതിനുശേഷം ആ സെല്ല് പ്രൈമറി എൻഡോസ്പേം സെല്ലാവുന്നു. ഈ പ്രൈമറി എൻഡോസ്പേം സെല്ല് ഡെവലപ്പ് ചെയ്തിട്ടാണ് എൻഡോസ്പേം ഫോം ചെയ്യുന്നത്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ഫോം ചെയ്യുന്നു. ഇനി ഇതിൽ സിംഗമിയും അതുപോലെ ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇത് ആൻജിയോസ്പേമിന് മാത്രമുള്ള യുണീക്ക് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സെലക്ഷൻ ഓഫ് പേരൻസ്.
പേരൻസിനെ സെലക്ട് ചെയ്യുക. പിന്നെ ഇമാസ്കുലേഷൻ, ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ബൈസെക്ഷൽ ഫ്ലവർ. ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുക. ബാഗിങ്, ഫീമെയിൽ ഫ്ലവറിനെ അല്ലെങ്കിൽ ഇമാസ്കുലേറ്റ് ചെയ്ത ഫീമെയിൽ ഫ്ലവറിനെ ബട്ടർ പേപ്പർ ഉപയോഗിച്ച് ബാഗ് ചെയ്ത് വെക്കുക. ദെൻ കളക്ഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ്, ഡസ്റ്റിംഗ് പോളൻ ഓൺ സ്റ്റിഗ്മ ഓഫ് ഇമാസ്കുലേറ്റഡ് ഫ്ലവർ. ഇമാസ്കുലേറ്റഡ് ഫ്ലവറിൻ്റെ മുകളിൽ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസിനെ ഡസ്റ്റ് ചെയ്യുക. എന്നിട്ട് റീബാഗിങ്, പോളിനേഷൻ നടത്തിയ ഫീമെയിൽ ഫ്ലവറിനെ വീണ്ടും റീബാഗ് ചെയ്യുക. അതിനുശേഷം അതിൽ ഫ്രൂട്ട് ഉണ്ടായി, സീഡ് ഉണ്ടായി, അങ്ങനെ ഹൈബ്രിഡ് സീഡ് നമുക്ക് ലഭിക്കുന്നു. ഇനി MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഗൈഡ്സ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു എംബ്രിയോ സാക്ക്? പോളൻ ട്യൂബിനെ എംബ്രിയോ സാക്കിലേക്ക് ഗൈഡ് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? എ ആൻറ്റിപോഡൽ സെൽസ്, ബി എഗ് സെൽ, സി സെൻട്രൽ സെൽ ആൻഡ് ഡി സിനർജിഡ്. നമുക്കറിയാം എംബ്രിയോ സാക്കിൻ്റെ മൈക്രോപൈലിലൂടെയാണ് പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിനുള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ മൈക്രോപൈലാർ എൻഡ് ആണ് ഇത്. മൈക്രോപൈലാർ എൻഡ്, ഇത് ചലാസൽ എൻഡ്. മൈക്രോപൈലാർ എൻഡിൽ ഒരു എക്സെല്ലും 2 സിനർജിഡ്സും ഉണ്ട്. ഈ സിനർജിഡ്സിൻ്റെ മൈക്രോപൈലാർ എൻഡിനോട് അടുത്തിരിക്കുന്ന സിനർജിഡ്സിൻ്റെ ഭാഗം കുറച്ച് തിക്കാൻഡാണ്. ഈ ഭാഗത്തെയാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്നത്. എംബ്രിയോ സാക്കിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. ഫിലിഫോം അപ്പാരറ്റസ് സിനർജിഡ്സിലാണ് ഉള്ളത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിലിഫോം അപ്പാരറ്റസ് ഈസ് പ്രസൻറ്റ് ഇൻ. ഫിലിഫോം അപ്പാരറ്റസ് എവിടെയാണുള്ളത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, സിനർജിഡ്സിലാണ് ഫിലിഫോം അപ്പാരറ്റസ് ഉള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ പോളൻ ഗ്രെയിൻസ് ലാൻഡ് ഓൺ ദ സ്റ്റിഗ്മ, the compatible pollen grain generally forms. സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം പോളൻ ഗ്രെയിൻ കോമ്പാറ്റിബിൾ ആണെങ്കിൽ അതിന് എന്ത് സംഭവിക്കും? അപ്പോൾ സ്റ്റിഗ്മയിൽ ഒരു പോളൻ ഗ്രെയിൻ വീണ് കഴിഞ്ഞാൽ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ നടക്കും. അതിലൂടെ പോളൻ ഗ്രെയിൻ കോമ്പാറ്റിബിൾ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യപ്പെടും. കോമ്പാറ്റിബിൾ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അടുത്ത് തന്നെ പോളൻ ട്യൂബ് ജനറേഷൻ നടക്കും. പോളൻ ജെർമിനേഷൻ, പോളൻ ജെർമിനേഷനിലൂടെ പോളൻ ട്യൂബ് ഗ്രോ ചെയ്യും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കോമ്പാറ്റിബിൾ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ഓൺ സ്റ്റിഗ്മ. കോമ്പാറ്റിബിൾ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിലിരുന്ന് ജെർമിനേറ്റ് ചെയ്യുന്നു. കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, പോളൻ ട്യൂബ് എൻറ്റേഴ്സ് ദ ഒവ്യൂൾ ത്രൂ മൈക്രോപൈൽ ഇൻ മോസ്റ്റ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിൽ പോളൻ ട്യൂബ് ഒവ്യൂളിലേക്ക് എൻട്രി ചെയ്യുന്നത് മൈക്രോപൈലിലൂടെയാണ്. ഇതും കറക്റ്റാണ്. മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ ആ ഒവ്യൂളിൻ്റെ ഒരു പാർട്ടാണ്. ആ ഭാഗത്ത് ഇൻഡഗുമെൻസിനെ കൊണ്ടുള്ള കവറിങ് ഇല്ല. ആ ഒരു ചെറിയ പോർഷനാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ഈ മൈക്രോപൈലിലൂടെയാണ് പോളൻ ട്യൂബ് ഒവ്യൂളിലേക്ക് എൻട്രി ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ബോത്ത് ആർ കറക്റ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇൻ ആൻജിയോസ്പേംസ് പ്രൊഡ്യൂസസ്. ആൻജിയോസ്പേംസിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ആൻഡ് മെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടാവുന്നു. അതിനെയാണ് സിംഗമി എന്ന് പറയുന്നത്. ഇനി പോളാർ ന്യൂക്ലിയസ് 2 ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു മെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. ഇതിനെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഫ്യൂഷനും സിംഗമിയും കൂടി ചേർന്നിട്ട് അതിനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷനിലൂടെ ഒരു സൈഗോട്ടും എൻഡോസ്പേമുമാണ് ഫോം ചെയ്യുന്നത്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇരിക്കുന്ന സെല്ലാണ് പ്രൈമറി എൻഡോസ്പേം സെല്ല്. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് എൻഡോസ്പേമായിട്ട് മാറുന്നത്. അങ്ങനെ ഡബിൾ ഫെർട്ടിലൈസേഷനിലൂടെ സൈഗോട്ടും എൻഡോസ്പേമുമാണ് ഫോം ചെയ്യുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ട്രിപ്പിൾ ഫ്യൂഷൻ ഇൻവോൾവ്സ് ഫ്യൂഷൻ ഓഫ്.
ട്രിപ്പിൾ ഫ്യൂഷനിൽ എന്തിൻ്റെ ഫ്യൂഷനാണ് നടക്കുന്നത്? ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വെച്ചാൽ എംബ്രിയോ സാക്കിൻ്റെ സെൻട്രൽ സെല്ലിലിരിക്കുന്ന രണ്ട് പോളാർ ന്യൂക്ലിയെ അതും രണ്ടാമത്തെ മെയിൽ ഗമീറ്റും കൂടിയാണ് ഫ്യൂസ് ചെയ്തിട്ട് ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നത്. സോ പോളാർ ന്യൂക്ലിയ വിത്ത് വൺ മെയിൽ ഗമീറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 7th ക്വസ്റ്റ്യൻ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഈസ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെ പ്ലോയിഡിയാണ് ചോദിക്കുന്നത്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പോളാർ ന്യൂക്ലിയയും ഒരു മെയിൽ ഗമീറ്റും കൂടി ചേർന്നിട്ടാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകളാണ്. അതിൻ്റെ കൂടെ ഒരു ഹാപ്ലോയിഡ് മെയിൽ ഗമീറ്റും കൂടെ ചേരുന്നു. സോ റിസൾട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെ പ്ലോയിഡിറ്റി ട്രിപ്ലോയിഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാഗിങ് ഇൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പ്രിവെൻസ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ഒരു സ്റ്റെപ്പാണ് ബാഗിങ്. ഇതിലൂടെ എന്തിനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? സെൽഫ് പോളിനേഷൻ ഓൺലി, ക്രോസ് പോളിനേഷൻ ബൈ അൺവാണ്ടഡ് പോളൻ, ഫെർട്ടിലൈസേഷൻ, സീഡ് ഫോർമേഷൻ. ഇതിലൂടെ ക്രോസ് പോളിനേഷൻ ബൈ അൺവാണ്ടഡ് പോളനാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. കാരണം ബാഗിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ഫ്ലവറിനെ അത് ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ ബട്ടർ പേപ്പർ ഇട്ട് കവർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഇമാസ്കുലേഷന് ശേഷമാണ് ബാഗിങ് ചെയ്യുന്നത്. അതായത് ഇമാസ്കുലേഷന് ശേഷം ബാഗ് ചെയ്യുന്നതിലൂടെ ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രോസ് പോളിനേഷനും പ്രിവെൻറ്റ് ചെയ്യുന്നു. യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഈ ഫീമെയിൽ ഫ്ലവറിൽ ഇമാസ്കുലേഷൻ നടത്തേണ്ട കാര്യമില്ല. പക്ഷെ അപ്പോഴും സ്റ്റിഗ്മ ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു അൺവാണ്ടഡ് പോളൻ വന്ന് ക്രോസ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാഗിങ്ങിലൂടെ ക്രോസ് പോളിനേഷൻ ബൈ അൺവാണ്ടഡ് പോളനാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. 9th ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇമാസ്കുലേഷൻ ഈസ് ഡൺ ബിഫോർ ആന്ത്രഡെഹിസൻസ്. ആന്ത്രഡെഹിസൻസിന് മുമ്പാണ് ഇമാസ്കുലേഷൻ ചെയ്യേണ്ടത്. കറക്റ്റാണ്. ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ആന്തർ ആണ്. അപ്പോൾ ആന്തർ ഡെഹിസൻസ് നടന്നു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് റിലീസ് ആവും. പിന്നെ ഇമാസ്കുലേഷൻ ചെയ്തിട്ട് കാര്യമില്ല, കാരണം റിലീസായ പോളൻ ഗ്രെയിൻസ് ഓൾറെഡി സ്റ്റിഗ്മയിൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആന്തർ ഡെഹിസൻസിന് മുമ്പ് തന്നെ, ആന്തർ മെച്ചുർ ആവുന്നതിന് മുമ്പ് തന്നെ ഇമാസ്കുലേഷൻ നടത്തിയിരിക്കണം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ബാഗിംഗ് പ്രിവെൻറ്റ്സ് കണ്ടാമിനേഷൻ ബൈ അൺവാണ്ടഡ് പോളൻ. ബാഗിങ്ങിലൂടെ അൺവാണ്ടഡ് പോളനുമായിട്ടുള്ള കണ്ടാമിനേഷൻ അല്ലെങ്കിൽ പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇമാസ്കുലേഷൻ ഈസ് കമ്പൾസറി ഇൻ ഫീമെയിൽ ഫ്ലവേഴ്സ്. ഫീമെയിൽ ഫ്ലവേഴ്സിൽ ഇമാസ്കുലേഷൻ കമ്പൾസറി ആണെന്ന്. ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ആന്തർ ആണ്. ഇത് ഒരു ബൈസെക്ഷൽ ഫ്ലവറിലാണ് ഇമാസ്കുലേഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഫ്ലവർ ഫീമെയിൽ ആണെങ്കിൽ, അതായത് ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ അതിൽ ആന്തേഴ്സ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇമാസ്കുലേഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, കൺട്രോൾഡ് പോളിനേഷൻ ഈസ് ദ ബേസിസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ബേസിസ് തന്നെ കൺട്രോൾഡ് പോളിനേഷൻ ആണ്. ഇതും കറക്റ്റാണ്. സോ 1, 2 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. എൻഡോസ്പേം ഫോർമേഷൻ യൂഷ്വലി ബിഗിൻസ് ബിഫോർ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. അതായത് എംബ്രിയോ ഡെവലപ്മെൻറ്റിന് മുമ്പ് തന്നെ എൻഡോസ്പേം ഫോർമേഷൻ തുടങ്ങുന്നുണ്ട്. ഇത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എൻഡോസ്പേം ഉണ്ടാവുന്നത് വരെ പഠിച്ചിട്ടുള്ളൂ. ശരിക്കും ഇത് അടുത്ത ടോപ്പിക്കിൽ വരേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആക്സിഡൻ്റലി ഞാൻ ഇതിൽ ആഡ് ചെയ്തു പോയതാണ്. അപ്പോൾ എപ്പോഴും എൻഡോസ്പേം കുറച്ച് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ, ഡെവലപ്പിംഗ് എംബ്രിയോ റിക്വയേഴ്സ് നറിഷ്മെൻറ്റ് ഫ്രം എൻഡോസ്പേം. ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ആവശ്യമുള്ള നറിഷ്മെൻറ്റ് എൻഡോസ്പേം ആണ് കൊടുക്കുന്നത്. ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് എൻഡോസ്പേം ആണ്. അതുകൊണ്ട് തന്നെ എൻഡോസ്പേം കുറച്ച് ഡെവലപ്ഡ് ആയതിനു ശേഷം മാത്രമേ എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ അസേർഷനും റീസണും കറക്റ്റ് ആണ്. അതുപോലെ റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്.
ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അടുത്ത ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണുള്ളത്. ഇതിൽ എന്താണ് ഫെർട്ടിലൈസേഷൻ, അതായത് സിംഗമി എന്താണ്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, അതിൻ്റെ സ്റ്റെപ്സ്, ഇതൊക്കെയാണ് പഠിച്ചത്. ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോർഷനും കൂടെ ഈ ചാപ്റ്ററിലുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും. സോ താങ്ക് യു.